അല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ അറുത്തു മുറിക്കല്ലേ അല്ലാ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ കൊടുക്കല്ലേ അല്ലാ. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് സദഖ ചെയ്യ്. 3 സ്വലാത്ത് സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അള്ളാഹ് പരസ്പരം വിശ്വാസത്തോടെ അള്ളാഹിനെ ഭയന്ന് ജീവിക്ക്. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നാളെ സ്വർഗ്ഗത്തിൽ നമ്മളെ ജോഡികളാക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ രണ്ടാമത്തെ വിഭാഗം ആരാ? 4 പേര് നല്ലത് പറയണമെന്നല്ലേ? 1 കൂട്ടുകാരൻ, 2 ഭാര്യ ഭർത്താവ്. അള്ളാഹു നമുക്ക് പരസ്പരം സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 11 മണി കഴിഞ്ഞു, 11:10 ഇൻഷാ അല്ലാഹ്. നിർത്തിക്കൂടെ? ഒരു 15 മിനിറ്റ് കൂടി ഇരിക്കോ? ഒരു 15 മിനിറ്റ് കൂടി ഇരിക്കോ ഇല്ലേ? നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാനൊരു നല്ല ചരിത്രം പറഞ്ഞുതരാം. ഒരു നല്ല ചരിത്രം പറഞ്ഞുതരാം. ഇരിക്കുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? വേണോ വേണ്ടേ? വേണമെന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. അരകയ്യന്മാരുണ്ട് ഇപ്പൊ. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഒന്ന് കയറി മുന്നോട്ടിരിക്കുമെങ്കിൽ ഞാൻ ഇരുന്നോട്ടെ. എന്തോ ശരി, ഇങ്ങോട്ട് വാടോ ചങ്ങായിമാരെ, വാടാ. എല്ലാരും പെണ്ണോട്ട് കയറിയിരുന്നേ. എനിക്ക് കൊറോണ ഒന്നും ഇല്ലെന്നേ, ചെറിയ ജലദോഷം അത്രയുള്ളവാ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. രാമീൻ പറ. അല്ലാഹുവേ, ആരാണോ ഉറക്ക ആമീൻ പറയുന്നത്, ആ ആമീൻ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുമ്പോ ഷഹാദത്ത് കരിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഈ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അപ്പൊ വേണമെന്ന് വെച്ചാ ചക്ക പേരിലും കഴിക്കും. വേണമെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ്. എല്ലാരും ഹജ്ജിന് പോയിരിക്കുകയല്ലേ? എല്ലാരും ഹജ്ജിന് പോയി. അള്ളാഹു എല്ലാവർക്കും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഉസ്താദ് പറഞ്ഞു, ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ അൽഹംദുലില്ലാഹ്, നാളെ മുതൽ നിങ്ങൾ അതിനകത്ത് കയറി നോക്ക് സഹോദരങ്ങളെ, സഹോദരിമാരെ. ഈ കുട്ടികൾ അൽഹംദുലില്ലാഹ് ഹജ്ജിന്റെയും എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ അമലുകൾ, അതിന്റെ കാര്യങ്ങളൊക്കെ എക്സ്പോയ്ക്കകത്ത് നാളെ മുതൽ നിങ്ങൾ കയറിയിട്ട് അതൊക്കെ ഒന്ന് കാണണം. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പലതും കാണുമല്ലോ. ഈ മക്കള് ചെയ്തു വെച്ചതല്ലേ, അവരുടെ ഒരു കഴിവല്ലേ. അൽഹംദുലില്ലാഹ് എല്ലാവരും അതിനകത്ത് കയറി അത് കാണണം. അല്ലാഹു മക്കൾക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഒരു സുവനീർ ഈ കുട്ടികൾ ഇറക്കിയിട്ടുണ്ട്. അൽ കമാൽ. അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു അൽഹംദുലില്ലാഹ് ഒരു പുസ്തകമാണിത്. അൽഹംദുലില്ലാഹ് നിങ്ങൾ ഇതെല്ലാവരും വാങ്ങണം. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഈ സുവനീറിലുണ്ട്.
3 പൊറോട്ടയും ഒരു ബീഫും തിന്നുന്ന കാശ്. അൽഹംദുലില്ലാഹ്. നിങ്ങളെ ചോദിച്ചു, ഈ ഒരു സുവനീർ ഇത് ഈ കുട്ടികൾ എഴുതിയല്ലേ സാർ? ഇവിടുത്തെ ഉസ്താദന്മാരും ഇവിടുത്തെ കുട്ടികളും ഞാൻ പറയുന്നു, ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. 200 രൂപ നമ്മൾ എവിടേക്ക് ഒരു ബൈക്കിൽ എണ്ണയടിക്കുന്ന കാശിടും. അൽഹംദുലില്ലാഹ്. ഇതെല്ലാവരും എന്റെ ഉമ്മമാരും എന്റെ ഉപ്പമാരും ഇത് ഈ മക്കളുടെ പരിശ്രമമാണ്. ഇൻഷാ അല്ലാഹ് അൽ കമാൽ എന്ന് പറയുന്ന ഈ ഒരു സ്മരണിക ഒരു പുസ്തകം നിങ്ങൾ എല്ലാവരും വാങ്ങണം. പൈസ ഉള്ളവർ ഇപ്പൊ കൊടുക്കാം, എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നല്ല. ഉറക്കത്തിന് ഉസ്താദ് തന്നെ കൊടുത്തു. നിങ്ങൾ വിളിച്ചോ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വാങ്ങിക്കണം. മുത്തല്ലിങ്ങളെ പുസ്തകങ്ങളുള്ളവർ കൊടുക്കും. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമൊന്നുമില്ല, വഴക്കും ബഹളം. ഭർത്താവ് ചോദിക്കാം, എങ്ങനെയുണ്ട് നിന്റെ ഭാര്യയെക്കുറിച്ച്? ഭാര്യയെക്കുറിച്ച് ചോദിക്കുമ്പോ ഭർത്താവ് പറയുന്നത് നിസ്കരിക്കും, നോമ്പ് പിടിക്കും, വയത് കേൾക്കും, എല്ലാം ചെയ്യും. ഉസ്താദ് നല്ലവള, വീട്ടു ജോലി ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറയുന്നത് നിസ്കാരവും നോമ്പും ദിക്റും എല്ലാം ഉണ്ട്, പക്ഷെ നാവിന് ഇത്തിരി നീളം കൂടുതലാണ്. ഈ ഒരു പരാതി മാത്രമേ ഭർത്താവിനുള്ളൂ. ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറയുമ്പോ പറയും നാവിന് ഇത്തിരി നീളണ്ടെന്ന്. ഇനി ഇരിക്കണ താത്താനോട് ഇരിക്കുമ്പോ പറയണ വീടുണ്ട്, കാറുണ്ട്, സ്വർണ്ണമുണ്ട്, തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്, എല്ലാം അല്ല തന്നോ ഉസ്താദേ. എന്റെ പുതിയാപ്പണ മാത്രം എന്തോ അള്ളാനെ പേടിയില്ലാത്ത ഒരാളായിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയുന്നത് ഇന്ന് അടിയും വഴക്കും ഇവിടെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി പിരിയുന്നതിന് കാരണമൊന്നും വേണ്ട, സ്നേഹമൊന്നുമില്ല. ഇപ്പൊ അഭിനയമൊത്തോ. ഇന്ന് പരസ്പരം സ്നേഹമൊന്നുമില്ല. നമ്മൾ ആലോചിക്കേ, ഭാര്യ ഇന്ന് ഇവിടുന്ന് ഇപ്പൊ വഴുത് കഴിഞ്ഞിറങ്ങി പോവാ. ഇപ്പൊ എല്ലാരും മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദൊക്കെ മുത്തുന്നു പാപം പുറക്കാൻ. ഇവിടെ നമ്മൾ ഇവിടുന്ന് വഴുത് കഴിഞ്ഞിറങ്ങി പോകുമ്പോ ഭാര്യയും ഭർത്താവും ഇങ്ങോട്ട് വന്നപ്പോ രണ്ടുപേരും റോഡിന്റെ അക്കരെ ഇക്കരെ കൂടാ വന്നേ. എന്നാൽ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. അത് ഫോട്ടോ എടുക്കാനോ നാട്ടുകാർ കാണാനോ അല്ല. ആരുമില്ലാത്തൊരു ഭാഗത്ത് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഒരു ഭർത്താവ് സ്നേഹത്തോടെ തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ അവർ ചെയ്ത പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് കുടുംബജീവിതം. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണമെന്ന്, ഒന്ന് സംസാരിക്കണം, മനസ്സോറ് സംസാരിക്കണം, ചിരിക്കണം. ആരാ ചിരിക്കണേ? ആരാ ചിരിക്കുക? റോഡിൽ കൂടെ ആമിന പോകുന്നു, വല്ലവന്റെ ഭാര്യ. എന്താ ആമിന, സുഖമാണോ? ഓ എന്തൊരു ചിരിയും കളിയും. എന്നാ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കണം സഹോദര. നമ്മളവരെ ബഹുമാനിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമൊക്കെ കൊടുക്കുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വരുന്നത്. ഇന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അടിയും വഴക്കും ബഹളവും. ഒരു സോപ്പ് കാരണം ഒരു കുടുംബജീവിതം തകർന്നു. ഒരു പെണ്ണ് കുളിക്കാൻ പോകുമ്പോ എല്ലാ ദിവസവും സോപ്പ് എടുത്തുകൊണ്ട് പോയി കുളിക്കും. കുളി കഴിഞ്ഞ് സോപ്പ് തിരിച്ചു കൊണ്ടുവരും. ഒരു ദിവസം സോപ്പുമായിട്ട് തിരിച്ചു വരുന്നത് ഭർത്താവിന്റെ സഹോദരി കണ്ടു. അപ്പൊ അവള് ചോദിച്ചു, ഇതെന്താ, ഞാൻ ഇവിടെ പകർച്ചവ്യാധിയൊന്നും ഇല്ലല്ലോ, നീ എന്തിനാ സോപ്പ് തിരിച്ചു കൊണ്ടുവരിക? ആ ഒരു സോപ്പ് കാരണം കുടുംബജീവിതം തകർന്നുപോയി. നിസ്സാര കാര്യങ്ങളാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഇന്നത്തെ ആണിനും പെണ്ണിനൊന്നും തലാഖോ അതുമായി ബന്ധപ്പെട്ടതിന്റെ ഗൗരവം അത് നിസ്സാരമായി കാണാൻ. പരസ്പരം സ്നേഹമില്ല. എത്ര കൊല്ലം കൂടെ ജീവിച്ചാൽ നിങ്ങൾ നോക്കിക്കേ, ഇന്ന് ഭാര്യ മരിച്ചു. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ കാലമല്ല, ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ചു 7, 10, 11 കഴിഞ്ഞു. അപ്പോഴാ ഒരാൾ വന്ന് ചോദിക്കുന്നു, അളിയ വേറൊരു പെണ്ണുണ്ട് നോക്കട്ടെ. ഭാര്യ മരിച്ചിട്ട് ഭർത്താവിനോട് ചോദിക്കുക, വേറൊരു പെണ്ണുണ്ട് ആലോചിക്കട്ടെ. അളിയ 40 കഴിയാതെ കെട്ടിയ നാട്ടുകാരെന്തെങ്കിലും പറയത്തില്ല എന്നാ പറയുന്നത്. 40 കഴിയാതെ കെട്ടിയ നാട്ടുകാരെന്ത് വിചാരിക്കും? അതുകൊണ്ട് 40 ഒന്ന് കഴിയട്ടെ. ഇന്നത്തെ സ്നേഹം. ഈ സഹോദരിമാരെത്ര പേരാ ഇന്ന് ഇద్దയിരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കണോ? ഏതെങ്കിലും പ്രായം ചെന്ന ഉമ്മയല്ലാതെ ഏത് പെണ്ണാ ഇద్దയിരിക്കാം? 40 വരെ കഷ്ടപ്പെട്ടിരിക്കുക, അത് കഴിഞ്ഞ ഇറങ്ങി ചാടി നടക്കുന്നില്ല. ഇതിനർത്ഥം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആണുങ്ങൾ പെണ്ണ് കെട്ടണ്ടെന്നല്ല. ഭാര്യ മരിച്ചുപോയോ നീ കെട്ടിക്കോ, നീ അതിനൊന്നും വിരോധമൊന്നുമില്ല. പക്ഷെ നിന്റെ ഭാര്യയെ നീ മറന്നു പോകരുത്. നിന്റെ സഹോദരിയോട് പറയുന്നു, നിന്റെ ഭർത്താവിനെ നീ മറന്നു പോകരുത്. പരസ്പരം സ്നേഹമുള്ളവരാകണം. അങ്ങനെ ഇന്ന് ഇവിടെ പ്രേമവും പ്രണയമൊക്കെ ഉണ്ട്. അത് കല്യാണത്തിന് ശേഷം ഭാര്യയെ പ്രണയിക്കാൻ പഠിക്കണം, ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കണം. ഇതൊക്കെ പഠിപ്പിച്ചെന്നാരാ? ഇതൊന്നും ഇല്ലാന്നാരാ പറഞ്ഞേ? ഇതൊക്കെ ദീനിൽ ഇല്ലാന്നാരാ പഠിപ്പിച്ചെന്ന്? ഇതൊക്കെ ഉണ്ടോ? സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചെന്നതാരാ? കാണിച്ചു തന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ.
ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ പ്രതിഫലം മുഴുവനും പണക്കാർ കൊണ്ടുപോവാ, നന്മകൾ മുഴുവനും അവര് ഹജ്ജിന് പോകുന്നു, ഉംറയ്ക്ക് പോകുന്നു, സദഖ കൊടുക്കുന്നു, ജിഹാദ്, എല്ലാ പണക്കാരും കൊണ്ടുപോവാ, ഞങ്ങൾ പാവപ്പെട്ടവരൊന്നുമില്ല നബിയെ. നബിയോട് അസ്ഹാബ് സുഫിന്റെ സഹാബത്ത് പറയുന്നു, ഞങ്ങളുടെ ഒന്നുമില്ല, പാവപ്പെട്ടവര്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി വേണോ? നിങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി വേണോ? നബി തങ്ങൾ പറഞ്ഞ ഒരു നന്മയുണ്ട്, നമ്മൾ നിസ്സാരമായി കാണുവാ നന്മ, നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു നന്മയാണ്. എടോ, ഇന്ന് 5 വഖത്ത് നിസ്കാരം ഉണ്ടായിരുന്നു. ഈ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം 3 ദിക്ർ പറയത്തില്ലേ? ഏതൊക്കെയാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. എത്ര പേരത് പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കുക. അയ്യൊന്നും വെക്കണ്ട, ഞാനാണെങ്കിലും ഇന്നത്തെ ദിവസം 5 വഖത്ത് നിസ്കരിച്ചവരാണ് നമ്മൾ. ഈ സുബ്ഹാനല്ലാഹ്, ഈ അൽഹംദുലില്ലാഹ്, ഈ അല്ലാഹു അക്ബർ, ഈ 3 ദിക്ർ 33, 33, 34 എത്ര പേരാ പറഞ്ഞേ? നമുക്കത് നിസ്സാരമാ സഹോദര. എന്നാ അത് നിസ്സാരമല്ല, അത് നിസ്സാരമല്ല. ആ ദിക്ർ നീ പറ, നിനക്ക് ഹജ്ജിന്റെ കൂലി കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ദിവസം 5 ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മയല്ലേ അത്? 5 ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയല്ലേ അത്? ആ ദിക്ർ നിസ്സാരമായി കാണരുത്. നമുക്ക് അത് നിസ്സാരം, പക്ഷെ അത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്റാ. അല്ലാഹു പറയാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാനൊരു പ്രണയ ജോഡികളെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാ. ഞാൻ നല്ല രീതിയിൽ പ്രണയിച്ച് ജീവിച്ച ഒരു ഭാര്യയെയും ഭർത്താവിനെയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്, നബി തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. 25 വയസ്സുള്ള അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സുകാരിയായ ഖദീജ ബീവിയെ വിവാഹം കഴിച്ചു. 15 വയസ്സിന്റെ ഡിഫറൻസ്, 15 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. നിങ്ങൾ പഠിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ വായിച്ചു നോക്ക്. ഒരു ദിവസം നബിതങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല കുളിച്ചൊരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുകയാ. അതാ ഭാര്യ, തന്റെ ഭർത്താവിനെ നോക്കി നിൽക്കും ഭാര്യ. ഖദീജ ബീബി റളിയല്ലാഹു തആലയ്ക്ക് വയസ്സെത്രയെന്നറിയോ? 65 വയസ്സായി. 65 വയസ്സ്. ഈ ഇരിക്കുന്ന ഏത് പെണ്ണിന് 65 വയസ്സുള്ളത്? ഏതെങ്കിലും ഉമ്മയുണ്ട് 65 വയസ്സുള്ള? 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല കുളിച്ചു ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. അതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഖദീജ ബീബി ചിരിക്കുന്ന മുഖത്തോടെ നബി തങ്ങളെ സ്വീകരിച്ചു, സലാം പറഞ്ഞു, വീടിനകത്ത് കയറി വന്നു. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല നബി തങ്ങളുടെ ചാരത്ത് പോയിരുന്നു. അള്ളാന്റെ റസൂൽ ഭക്ഷണം കഴിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ, എനിക്ക് ഇത്തിരി ഭക്ഷണം വാരി തരുവോ? ഖദീജ ബീബി റളിയല്ലാഹു തആല 65 വയസ്സുണ്ട്. തന്റെ ഭർത്താവിനോട് ചോദിക്കുന്നു, എനിക്കിത്തിരി ഭക്ഷണം വാരി തരുവോ? ഖദീജ ബീവിയുടെ വായിലേക്ക് നബി തങ്ങൾ ഭക്ഷണം വാരിക്കൊടുത്തു. ഞാനിത്തിരി ഭക്ഷണം വാരിത്തരട്ടെ നബിയെ? വാരിത്താ ഖദീജ. കൊടുത്തിട്ടുണ്ടോ? ഏത് ഭർത്താവ ഭാര്യയുടെ വായിൽ ഭക്ഷണം വാരിക്കൊടുത്തിട്ടുള്ളത്? ആലോചിക്ക്. ഈ ഇരിക്കണ ഏത് ഭർത്താവ തന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം വല്ലവന്റെ കേക്ക് കുത്തി കൊടുക്കില്ലേ ചങ്ങായിയുടെ വായിലിട്ട്? അതൊക്കെ വേറെ. ഖദീജ ബീബി റളിയല്ലാഹു തആല ഭക്ഷണം വാരിക്കൊടുത്തു. പരസ്പരം രണ്ടുപേരും കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ രണ്ടുപേരും നബിതങ്ങൾ ഇരുന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ ചാരത്ത് എന്നിട്ട് ചോദിക്കുന്ന, നബിയെ, ഞാനൊന്ന് ആ മടിയിലൊന്ന് തലവെച്ച് കിടന്നിട്ട് നബിയെ? കിടക്ക് ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിൽ ഖദീജ ബീബി തലവെച്ച് കിടന്നു. എന്നിട്ട് നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഖദീജ ചിരിക്കുന്നുണ്ട്. എന്തേ നബിയെ? അള്ളാന്റെ റസൂലിനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല ഇങ്ങനെ നോക്കുന്നുണ്ട് നബിതങ്ങളുടെ മുഖത്ത്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഖദീജ നീ എന്നെ ഇങ്ങനെ നോക്കണേ? ഇതൊക്കെ എന്തൊരു ഗ്ലാമറാ നബിയെ, ഇതൊക്കെ എന്തൊരു സൗന്ദര്യമാ നബിയെ. എത്രാമത്തെ വയസ്സിലാ വാപ്പ? നിങ്ങൾ ചിന്തിക്ക്. എടോ, ഈ 65 വയസ്സുള്ള ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്കാം. ഇന്ന് 50 വയസ്സ് കഴിഞ്ഞ വാപ്പ വേറെ റൂമിൽ, പെണ്ണുമ്പിള്ള വേറെ റൂമിൽ. ഇന്ന് പ്രായമായി കഴിഞ്ഞ ഭാര്യയും ഭർത്താവും 2 റൂമിലാണ് കിടക്കണേ. അവരൊരുമിച്ച് കിടക്കുന്നില്ല. വയസ്സാകാലത്തല്ലേ ഒരുമിച്ച് കിടക്കേണ്ടത്? അള്ളാന്റെ റസൂലിന്റെ മടിത്തട്ടിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല കടന്നു. നബിതങ്ങളോട് ചോദിക്ക, എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്.
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച് 25 കൊല്ലമായില്ലേ ഖദീജ കാണാൻ തുടങ്ങിയിട്ട്? ഒന്നിനെണ്ണം വർഷമല്ല, 25 വർഷമായി രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. എന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ, 25 കൊല്ലമായി നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ 25 വർഷത്തിന്റെ ഇടയിൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ. പെട്ടെന്ന് പെട്ടെന്ന് പൊരുത്തം ചോദിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ഖദീജ, നിനക്കെന്തു പറ്റി ഖദീജ? നിനക്കെന്തു പറ്റി ഖദീജ? ഇന്ന് വല്ലാത്ത സ്നേഹമാണല്ലോ, എന്തേ ഖദീജ നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നത്? യാ റസൂലല്ലാഹ്, പോകാ സമയമായി നബിയേ, എന്റെ മരണമെടുത്തു നബിയേ, എന്റെ മരണമെടുത്തു നബിയേ, എനിക്ക് പൊരുത്തം തരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പെടുന്ന പൊരുത്തം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ വായങ്ങ് പൊട്ടിപ്പിടിക്കുകയാ. പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. വഅദ് കേൾക്കാമെന്ന പെങ്ങളെ, ആരാ പൊരുത്തം ചോദിച്ചതെന്നറിയോ? ഖദീജ ബീവിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന പദവി എന്തെന്നറിയോ? ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഖദീജ ബീവിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? മുത്തിനാൽ പണിത ഒരു കൊട്ടാരമാണ്, മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം. ഒരാളും ശല്യം ചെയ്യാത്ത ഭാഗത്ത് റബ്ബിന് കൊട്ടാരം കൊടുക്കുകയാണ്. എന്തിനാണ് ആ കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ? 25 വർഷം അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ആ ഖദീജ ഒരിക്കൽ പോലും ഈ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. അവിടുന്ന് ശബ്ദമുയർത്തിയിട്ട് സംസാരിച്ചിട്ടില്ല. 25 കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഖദീജ ബീവി ശബ്ദമുയർത്തിയിട്ട് നബിതങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിട്ടില്ല. പടച്ചവനെ, ആ ഖദീജയാണ് നബിതങ്ങളോട് പൊരുത്തം ചോദിക്കുന്നത്. നീ എന്തൊക്കെ പറയും? നിന്റെ ഭർത്താവിന് വല്ല സ്ഥാനവും കൊടുക്കാറുണ്ടോ? വായി തോന്നുന്നത് മുഴുവനും പറയുമല്ലോ. ആ പാവപ്പെട്ട മനുഷ്യൻ കേൾക്കുന്നത്, പടച്ചവനെ, മക്കളായി പോയില്ലേ, പ്രായമായില്ലേ, പടച്ചവനെ, പലതും കേട്ടിട്ടും കേൾക്കാത്തതുപോലെ നടക്കുകയാ. നീ ഭർത്താവിനെ തല്ലാറില്ല, പക്ഷേ നാവുകൊണ്ട് വേദനിപ്പിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, എനിക്ക് പറയാനൊരു പരാതിയില്ല ഖദീജ, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നിന്നെ കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയുമില്ല. കേൾക്കേണ്ട താമസം ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റും സന്തോഷം കൊണ്ട് നബിതങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ. പടച്ചവനെ, ഖദീജ ബീവി അവിടെന്ന് ചുംബിക്കുകയാണ്. അല്ലാഹുവേ, എന്നിട്ട് നബിതങ്ങളുടെ ചെവിയുടെ ചാരത്ത് വന്നിട്ട് ഖദീജ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, 3 ആഗ്രഹമുണ്ട് നബിയേ. ഖദീജയ്ക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ. സാധിപ്പിച്ചു തരുമോ നബിയേ? സാധിപ്പിച്ചു തരുമോ നബിയേ? എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ.
നിങ്ങൾ കുളിപ്പിക്കണം നബിയെ. നിങ്ങൾ കണ്ട ശരീരം വേറെ ആരും കാണരുത്, ഒരു പെണ്ണ് പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയെ. എന്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് ചോദിക്കുന്നു, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിച്ചു. ഖദീജ ബീവി പറഞ്ഞു, നബിയേ, രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? എന്റെ ജനാസ പൊതിയുമ്പോ, എന്റെ ജനാസ കഫം പൊതിയുമ്പോ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാളെനിക്ക് വേണം നബിയേ. ഖബറിനകത്ത് ഖിയാമത്ത് നാൾ വരെ കിടക്കണമല്ലോ, ഖബറിനകത്ത് ഒറ്റയ്ക്ക് കിടക്കണമല്ലോ. ഖിയാമത്ത് നാൾ വരെ ഈ ഖദീജ ഖബറിനകത്ത് ഒറ്റയ്ക്ക് കിടക്കണമല്ലോ. നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ, നിങ്ങളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല നബിയേ. എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളുടെ സുഗന്ധമില്ലാതെ ഈ ഖദീജയ്ക്ക് സമാധാനം കിട്ടില്ല, ഈ ഖദീജയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിക്കുകയാണ്. മൂന്നാമതായിട്ട് ഖദീജ ഉമ്മ പറഞ്ഞതെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ഖബറിനകത്തിറങ്ങണേ നബിയേ, എന്റെ ഖബറിലിറങ്ങണേ നബിയേ. നിങ്ങളുടെ കൈകൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാൻ, നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ, നിങ്ങളുടെ കൈകൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലല്ലേ കുളിപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകനതാ ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിക്കുമ്പോ നബി തങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എത്ര ഭാഗ്യം ചെയ്ത മഹദിയാണ്, എത്ര പുണ്യം ചെയ്ത മഹദിയാണ് ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂലാ ജനാസ പുതിയ സമയമായപ്പോ ചുമലിൽ കിടന്ന ഷാളെടുത്തിട്ട് ചുംബിക്കുകയാ. അവസാനമായി എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് ആ കാണുന്ന ഷാളങ്ങ് വെച്ചടോ. നബി തങ്ങളെ മൂന്നാമതായി ഖബറിനകത്തിറങ്ങി ഖദീജ ബീവിയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചു. അല്ലാഹുവിന്റെ റസൂല് 3 കെട്ടുകളതാ അവസാനം ഒരു പിടി മണ്ണ് വാരിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പിടിമണ്ണ് മാറി അല്ലാഹുവിന്റെ പ്രവാചകർ ഖദീജ ബീവിയുടെ കഫം തുണിക്കടിയിൽ തന്റെ കഴുത്തിന്റെ കവളിന്റെ താഴെ വെക്കുമ്പോ ഖദീജ ബീവിയുടെ കഫം തുണി നനഞ്ഞു. വാപ്പാ, പ്രവാചകന്റെ കണ്ടടങ്ങളെ നിറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ജനാസ ഖബറടക്കി പിരിയുകയാണ്. മറന്നില്ല ഉപ്പമാരെ, നബിതങ്ങൾക്ക് വേറെ ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ മരിക്കുന്ന ദിവസം വരെ ഖദീജാന മറന്നില്ല. ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ, ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താ നബിതങ്ങള് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. അത്രയും ഇഷ്ടമായിരുന്നു ഖദീജയെ. മറ്റുള്ള ഭാര്യമാര് എന്തെങ്കിലും പറയുമ്പോ നബിതങ്ങൾ പറയും, എന്റെ ഖദീജ അങ്ങനായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. ഇത് മറ്റുള്ള ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കലെന്തോ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയോട് ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ, ഖദീജ ബീവിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഖദീജയെ കുറിച്ച് മാത്രം പറയുന്നത് കേട്ടപ്പോ ആയിഷാ ബീവിക്ക് ദേഷ്യം വന്നു. അവിടെന്ന് ചോദിച്ചു, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമെന്ത്? വേറെ ഭാര്യമാരൊന്നുമില്ലേ? റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞു. വാപ്പാ,
തന്റെ പ്രിയപ്പെട്ട ഖദീജയെ കിളവി എന്ന് വിളിച്ചത് നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, നീ എന്നും എന്റെ ഖദീജയെ പോലെയാകില്ല. അത്രയും ഇഷ്ടമായിരുന്നു, അത്രയും സ്നേഹമായിരുന്നു. ഇതാണ് കുടുംബജീവിതമെന്ന് പറയുന്നത്, ഇതാണ് കുടുംബജീവിതമെന്ന് പറയുന്നത്. ഈ ഉപ്പയെയും ഉമ്മയെയും കണ്ടിട്ടാണ് മകള് വളർന്നത്. ഈ വാപ്പയെയും ഉമ്മയെയും കണ്ടിട്ടാണ് ഫാത്തിമ വളർന്നത്. 29ാമത്തെ വയസ്സിലാണ് ഫാത്തിമ മരിക്കുന്നത്. 29ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ലോകത്തോട് വിട പറയുന്നത്. ആ 29 വയസ്സുകാരി ഉമ്മ ചെയ്തതുപോലെ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അലിയേ, ഞാൻ മരിച്ച രാത്രിയിൽ വേണമെന്നെ ഖബറടക്കാൻ. ഉമ്മ പറഞ്ഞു, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം. ആ ഉമ്മയുടെ മകള് പറഞ്ഞു, ഞാൻ മരിച്ച രാത്രി വേണം എന്റെ ജനാസയടക്കാൻ. എന്തേ ഫാത്തിമ? പകല് മയ്യത്ത് ചുമക്കുന്നതും മയ്യത്ത് പൊതിയുന്നതും മയ്യത്ത് കബറടക്കുന്നതും പുരുഷന്മാരാ. 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവ് അവര് കാണും. എനിക്കത് ഇഷ്ടമല്ല. ഇതാണ് മകള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സന്തോഷത്തോടെ ജീവിക്കടോ. അള്ളാഹു തന്ന ആയുസ്, ആദരവും ബഹുമാനം പരസ്പരം കൊടുക്കുമ്പോഴാണ് അത് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് 4 കാര്യങ്ങളാണ് പറയാൻ വന്നത്. അതിലെ 1ാമത്തെ കാര്യം, നിന്നെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു നല്ല കൂട്ടുകാരൻ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകട്ടെ. 2, നിന്റെ ഭാര്യ നിന്നെക്കുറിച്ച് നല്ലത് പറയണം. പെങ്ങളെ, നിന്നെക്കുറിച്ച് നിന്റെ ഭർത്താവ് നല്ലത് പറയണം. എങ്കിൽ വജബത്ത് ലഹുൽ ജന്ന. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി 2 കാര്യം കൂടെയുണ്ട്. സമയമില്ല. ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സത്യം പറഞ്ഞാൽ ഇത്രയും ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ വഅദ് പറയാൻ പേടിയ. കാരണം നമ്മളൊരു മുത്തഅല്ലിമ. പണ്ട് മുതലേ അങ്ങനെ ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ഉസ്താദന്മാരെ പോലൊന്നും അല്ല. പണ്ടത്തെ ഉസ്താദന്മാര് നല്ല തല്ല് തരും. അങ്ങനെ അടിയൊക്കെ കൊണ്ട് പേടിച്ച് പഠിച്ചത് കാരണം ഇന്ന് ഉസ്താദന്മാരുള്ള വഅദിന്റെ മജ്‌ലിസിൽ വഅദ് പറയാൻ പേടിയ. അതുകൊണ്ട് ഉസ്താദന്മാരോട് ഞാനൊരു മുത്തഅല്ലിമ, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. അള്ളാഹു നമ്മുടെ മരിച്ചുപോയ ഉസ്താദന്മാർക്ക് അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊന്ന് എഴുതി വെച്ചിട്ട് പറയുന്നതല്ല. അള്ളാഹു ചെയ്ത ഒരു നിഅമത്ത്, അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ സംസാരവും നിങ്ങളുടെ സംസാരവും വളരെ വ്യത്യാസമുണ്ട്. എനിക്ക് ഇത്തിരി തമീസ് കുറവാണ്, ഇത്തിരി പക്വത കുറവാണ്. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കാം. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അള്ളാഹ് പൊരുത്തപ്പെടൂലേ? അതെന്താ ഇങ്ങനെ ഇരിക്കണം? പൊരുത്തപ്പെടൂലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നോക്കാന്നാ. ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട, എല്ലാവരും പൊരുത്തപ്പെട്ടാൽ മതി. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്റഫി ഉസ്താദ് ഇതുവരെ ഇവിടെ വന്നപ്പോ പിരിവൊന്നുമില്ല. സാധാരണ ഇവിടെ വഴുതിന് വരുമ്പോ പിരിവൊന്നുമില്ല. പക്ഷെ ഉസ്താദ് ഇന്നൊരു കാര്യം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ജനങ്ങൾ ഓരോ വഖത്ത് നിസ്കാരത്തിനും ഇവിടുത്തെ മുത്തല്ലിമീങ്ങൾ തന്നെ എത്രയോ മക്കളുണ്ട്. അത് മാത്രമല്ല, സിയാറത്തിന് വരുമ്പോ 1, 2, 3 വണ്ടികളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇവിടത്തെ പള്ളി വളരെ സൗകര്യം കുറഞ്ഞതാണ്. ഇവിടത്തെ പള്ളിയിലെ സൗകര്യം കുറവാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ പള്ളി ഒന്ന് വിപുലീകരിക്കണമെന്ന് ഇവർക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അള്ളാഹു ഇവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത വലിയൊരു നിഅമത്ത് അൽഹംദുലില്ലാഹ്, പള്ളിയുടെ പ്രതിഫലം നമുക്കറിയാം. ആ പള്ളിക്ക് വേണ്ടി നമ്മൾ എന്തു കൊടുത്താലും അത് അൽഹംദുലില്ലാഹ് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഒരു പള്ളി പണിയുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല, വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. അൽഹംദുലില്ലാഹ്, ആ അവസരത്തിലാണ് നിങ്ങൾക്ക് അള്ളാഹു ഒരു അവസരം തന്നിരിക്കുകയാ. ഒരു പള്ളി പണിയുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ, ഒറ്റയ്ക്ക് കെട്ടിക്കൊടുക്കാനല്ല, നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യാൻ അള്ളാഹു നമുക്കൊരു അവസരം തരികയാണ്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ജനങ്ങൾ പോയ ആ നല്ല സമയത്ത് തന്നെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം, അൽഹംദുലില്ലാഹ് എല്ലാവരും ഹജ്ജിന് പോയിരിക്കുന്ന സമയം, ആ ഹജ്ജിന്റെ മാസത്തിൽ അള്ളാഹ് നമുക്കൊരു അവസരം തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ നമ്മൾ ചെയ്യണം, സദഖകൾ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കും.
നല്ല മരണം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. അൽഹംദുലില്ലാ. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാവർക്കും വേണ്ടത് നല്ല മരണമാണ്. ഈ നല്ല മരണം കിട്ടാൻ നീ വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഒരാൾക്ക് നല്ല മരണം കിട്ടണമെങ്കിൽ 1000 നന്മ ഒന്നും ചെയ്യണ്ട, ഒരു നന്മയെങ്കിലും ചെയ്യണോ? വേണോ വേണ്ടേ? നിങ്ങൾ പറ, വേണോ വേണ്ടേ? ഒരു നന്മയെങ്കിലും ചെയ്യണോ? വേണോ? നിങ്ങൾ പറയാത്തെന്ന് പറഞ്ഞാൽ ഉസ്താദെ എന്റെ നിസ്കാരം ഉണ്ട്, ശരിയാ, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്നത്തേനെയും കുലുവല്ല 4 പേര് കാണാനുണ്ടെങ്കിൽ വേറെ നിസ്കാരം. എടാ പടച്ചോനെ, നമ്മൾ പരസ്യമായിട്ട് എന്ന് വേണമെങ്കിൽ ചെയ്യും, രഹസ്യമായി സദക്കൊടുക്ക വീട്ടിൽ വന്ന വാതിൽ പോലും തുറക്കൂല, ചേരി വെച്ച് വെച്ചാൽ വേണമെങ്കിൽ തരും. ഉസ്താദെ ഞാൻ 2 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, 3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നോമ്പാ, എനിക്ക് തഹജ്ജുസ്കാരമാ. നമ്മളിതൊക്കെ നാട്ടുകാരും അറിയുന്ന കാര്യം. എടോ, അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു നന്മ നമുക്ക് ഉണ്ടാകണം, എങ്കിലേ നമുക്ക് നല്ല മരണം കിട്ടും. അതുകൊണ്ട് എന്റെ പൊന്നാര ചങ്ങാതിമാരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉസ്താദിന്റെ കഥ. ആ പാവപ്പെട്ട ഉസ്താദ് 36 വയസ്സുണ്ട് അദ്ദേഹത്തിന് സുഖമില്ലാതെ ഐസ്യുവിനകത്ത് കിടക്കുകയാണ്. ഐസ്യുവിനകത്ത് കിടക്കുമ്പോ ഡോക്ടർമാര് വന്ന് പരിശോധിച്ചിട്ട് നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ആൾക്കാരോടൊക്കെ പറഞ്ഞു കണ്ണടച്ച് കിടക്കാം ഉസ്താദ്. അപ്പൊ ഡോക്ടർ അദ്ദേഹത്തെ കേൾക്കെ തന്നെ പറഞ്ഞു അറിയിച്ചേക്കാൻ പറഞ്ഞു. ഉസ്താദ് ഇത് കേട്ടു. ഡോക്ടർ പരിശോധനയെല്ലാം കഴിഞ്ഞ് പോയി. കുറച്ചു കഴിയുമ്പോ നേഴ്സ് മുസ്ലിമാണ്. ആ പെൺകുട്ടി ഓടിച്ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഇന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ വരാൻ ഐസ്യുവിലേക്ക്. ആ ഉസ്താദ് കിടന്ന് കരയുന്നു. ഐസ്യുവിനകത്ത് കിടന്നിട്ട് ആ ഉസ്താദ് വല്ലാതെ കരയുന്നു. അടുത്ത് കിടക്കുന്ന രോഗികൾക്കൊക്കെ ആകെ പ്രശ്നമാണ്, പെട്ടെന്ന് വരാൻ. എത്ര പറഞ്ഞിട്ട് കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെ ഉസ്താദിന്റെ ചാരത്തേക്ക് ഡോക്ടർ ഓടി വന്നു. അദ്ദേഹം വന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഞങ്ങൾ ഏറ്റവും നല്ല മെഡിസിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ മതം പഠിച്ച ഒരാളല്ലേ, പുരോഹിതനല്ലേ? നിങ്ങൾ ഈ സമയത്ത് കിടന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇവിടെ കിടന്ന് കരയുന്നല്ലോ. അടുത്ത് കിടക്കുന്ന രോഗികൾക്കെല്ലാം ടെൻഷനുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ കരച്ചിലൊന്ന് നിർത്ത്. മരിക്കുമെന്നുള്ള പേടിയാണോ? മരിച്ചു പോകുമെന്നുള്ള ഭയമാണോ? 36 വയസ്സുകാരനായ ഉസ്താദ് പറഞ്ഞു, മരിക്കാൻ പേടിയൊന്നുമില്ല. ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെ ഓർത്തിട്ടാണോ? ഞങ്ങൾ വീഡിയോ കോള് വിളിച്ചു തരാം, കാണ്, സംസാരിക്ക്, കരയരുത്. അപ്പോഴും ഉസ്താദ് പതിയ സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് അവരെ പിരിയുന്നതിൽ സങ്കടത്തിലല്ല ഞാൻ കരയുന്നത്. അപ്പൊ ഡോക്ടർക്ക് വല്ലാത്ത ആത്മാർത്ഥതയായി. മരിക്കാൻ പേടിയില്ല, തന്റെ ഭാര്യയെയും മക്കളെയും പിരിയുന്നതിൽ സങ്കടമില്ല. പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത്? ആ 36 വയസ്സുകാരനായ